റിസോർട്ടിന്റെ പേരാണ് റിവർ ഗ്രീൻ റിസോർട്ട്. നടന്നു പോകുന്ന ഒരു ഏറുമാട സെറ്റപ്പിലേക്ക് കേട്ടോ. അപ്പൊ ഗൈസ് നമുക്ക് ഇന്നത്തെ പരിപാടി നല്ല ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങിയേക്കാം. അപ്പൊ ഞാൻ ഗിംബലും ചാർജറും പവർ ബാങ്കും ഒക്കെ എടുത്ത് ഞാൻ ഇറങ്ങാൻ പോകും. നമ്മുടെ ഇന്നുമാമയുടെ ടിൻസ് പിള്ളേരുടെ ബർത്ത്ഡേ ആണ്. പിന്നെ നമ്മുടെ അതിലളിയന്റെ അവിടെ ഉത്സവമാണ്. സോ നമുക്ക് അങ്ങോട്ട് പോകാം. വല്യമ്മനെ കാണാനല്ലോ ഗൈസ്. അങ്ങനത്തെ വെല്ലിസിന്റെ അവിടെ നിന്ന് കാർ എടുത്തിട്ട് ഞാൻ നേരെ അപ്പൂനി അച്ഛനും പിക്ക് ചെയ്യാൻ പോകണം. ഗൈസ് വണ്ടിയിൽ പെട്രോൾ കുറവാണ്. പെട്രോൾ അടിക്കാം ഗൈസ്. അപ്പൊ വണ്ടീന്റെ പെട്രോൾ അടിച്ചു. നമ്മളിപ്പോ അച്ഛനെയും അപ്പൂനെയും പിക്ക് ചെയ്യാനായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവര് നന്ദിക്കരന്ന് ബസ് കയറി വരണുള്ളൂ. ചാലക്കുടി ഇറങ്ങാനാണ് ഞാൻ പറഞ്ഞേക്കണം. അപ്പൊ ചാലക്കുടി നമുക്ക് ആരെ പിക്ക് ചെയ്തിട്ട് റിസോർട്ടിൽ പോകാം. അപ്പൊ ഞാൻ പോകുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചേച്ചിയുടെ ഉണ്ണികളുടെ ബർത്ത്ഡേ ആണ്. നമുക്ക് അതിന്റെ ഒരു ഷൂട്ട് എടുക്കാനും ഉണ്ട്. പിന്നെ അളിയന്റെ അവിടെ ഉത്സവമാണ്. അപ്പൊ അവിടെ രണ്ട് സ്ഥലത്തും നമുക്ക് പോകണം. ആദ്യം നമുക്ക് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ അളിയന്റെ അടുത്തേക്ക് പോകാം. ചേച്ചി 5 മണിക്ക് എത്താൻ പറഞ്ഞതാണ്. ഞാനിപ്പോ സമയം ഇപ്പൊ എന്തായി 5:47 ആയിട്ടുണ്ട്. ലേറ്റ് ആയി. അവിടെ ഇപ്പൊ ഷൂട്ട് ചെയ്യുന്ന നമ്മുടെ ഐഫോണില് സ്റ്റേജ് 3 അങ്ങനെ എന്തോ ഒരു സാധനം ഉണ്ട്. സ്റ്റേജ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ സ്റ്റേജ് സെൻസറാ അങ്ങനെ എന്തോ ഒരു സെൻസറാണ്. അപ്പൊ ആ ഒരു സെൻസറിന്റെ ക്യാമറ വെച്ചാണ് ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അതായത് ഫ്രണ്ട് ക്യാമറയിൽ നമുക്ക് പോർട്രേറ്റ് പിടിച്ചാലും നമുക്ക് ലാൻഡ്സ്കേപ്പ് ആയിട്ട് ഷൂട്ട് ചെയ്യാം. അതാണ് ഐഫോണിന്റെ 17 ഒക്കെ ഗുണം. ഞാൻ ഇപ്പൊ തന്നെ അവരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അവര് എത്താറായിട്ടുണ്ട്. പേരാമ്പ്ര എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ പോർട്രേറ്റിലൂടെ വെയിറ്റ് ചെയ്യാം. അവര് വരുന്നവരെ. നമ്മുടെ ആരുമോന്റെ കലാവിരുത്തുകൾ ഹോട്ട് വീൽസ്. അപ്പൊ ഞാൻ പോട്ടപ്പള്ളിയുടെ ഓപ്പോസിറ്റ് പാർക്ക് ചെയ്തിട്ട് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കാണ്. ഗൈസ് അവര് വന്നു. കറക്റ്റ് എന്റെ ബാക്കിൽ കൊണ്ട് നിർത്തിയില്ല. അവന്മാർക്ക് സുഖമായി. അതല്ല അതന്നെ കറക്റ്റ് ഫോൺ അടിച്ചപ്പോ അവന് മനസ്സിലായി. കമോൺ ഗൈസ്, ഇവരാണ് എന്നെ ലേറ്റ് ആക്കിയത്. അങ്ങനെ ഞങ്ങൾ 6 ആയപ്പോൾ അളിയന്റെ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടിന്റെ പേരാണ് റിവർ ഗ്രീൻ റിസോർട്ട്. കവാടം കഴിഞ്ഞ് കയറി ചെല്ലുമ്പോൾ തന്നെ ഫുള്ള് പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ്. നമുക്ക് ഇങ്ങനെ അടുപ്പിച്ചിട്ട് കഴിഞ്ഞാൽ നമ്മൾ പെട്ടുപോകും. നമുക്ക് ഈ വണ്ടിയുടെ ബാക്കിലിടാം. ഇത് വേറെ വണ്ടിയല്ലേ, ഇവരെന്തായാലും പോവില്ല. അങ്ങനെ പോവാം, നല്ലത്. ഓക്കെ, ഇതിന്റെ ബാക്കിലിടാം, നല്ലത്. നമ്മുടെ ചാണ്ട വണ്ടിയാ. ഞങ്ങളാണ് ഏറ്റവും നേരം വൈകി എത്തിയെന്ന് ഞങ്ങളാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഏറ്റവും ഫസ്റ്റ് എത്തിയത് ഞങ്ങളാണ്. അപ്പൂനെ അച്ഛനും കൊണ്ടുവന്നാലും ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഞാനായിരിക്കും ഏറ്റവും ഫസ്റ്റ് എത്താ. ആരൊക്കെ കുളിക്കണ്ടല്ല. ഇതാണ് നമ്മുടെ പിറന്നാൾ ബോയ്സിൽ ഒരാള്. രണ്ടാമത്തെ ആള് വേറെ ആരെയോ കയ്യിലാണ്. ഞാൻ ഈ നടന്നു പോകുന്ന ഒരു ഏറുമാട സെറ്റപ്പിലേക്ക് കേട്ടാ. അവിടത്തെ പിള്ളേരൊക്കെ പൂളിന്റെ അവിടെ കളിക്കുന്നുണ്ട്. ഇതാണ് ഏറുമാട സെറ്റപ്പ് എന്ന് ഞാൻ പറഞ്ഞത്. ഉറുക്കോടിക്കുന്നു. അപ്പൊ ഒരാളോ ഈ കയ്യിലിരിക്കണവനാണ് അടുത്ത ബർത്ത്ഡേ ബോയ്. എന്തിട്ടാന്ന് പറയുന്നേ? അതന്നെ ഇഗ്ലൂ ഹൗസ്. ഓ തേങ്ങയല്ലേ ഉടച്ചിട്ടേക്കളാ. ചതിച്ചു. അടീനോട് താക്കോലിരിക്കുന്നു. അതെ മണ്ടതല്ല, ഇത് കിടക്കാം. അപ്പൊ നമുക്ക് അടിയിൽ വ്യൂ. അതുണ്ട്. കാലത്ത് പോയ കേട്ടക്ക് ഞാൻ. അപ്പോ സാഹസ്യം കാണിക്ക്. അന്ന് ഇത്ര വലുതായിരുന്നാ? ഇത്രല്ലേ ഉണ്ടായുള്ളൂ, ചെറുതായിരുന്നില്ലേ? അവിടെ ഇത്ര ആഴുണ്ടായില്ല. ആണോ? എന്നിട്ട് നിങ്ങൾ എഴയായിരുന്നില്ല അന്ന്? പോടാ, അന്ന് എഴയായിരുന്നടാ. നീ ഇറങ്ങിക്കോ. അപ്പൊ ഒരു വീഡിയോക്കുള്ളായി. ഇതേ പോടത്.
ഇപ്പോഴും കുറച്ച് പേരൊക്കെ വന്നിട്ടുള്ളൂ. വന്നവരൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഞാനപ്പം ഇതേ വെറുതെ നടക്കും. ഇവിടുത്തെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. ഞാനപ്പം കൂടി ഈ സാധനം കണ്ടപ്പോൾ ചാടി കയറിയിരുന്നു. ചെക്കായിരുന്നോ പിടിച്ചിരുന്നോ? അതൊന്ന് വണ്ടി പിടിക്കും. അപ്പൊ ഗൈസ് നമുക്ക് ജ്യൂസ് കുടിച്ച് അങ്ങോട്ട് തുടങ്ങാം. നമ്മുടെ പാറൂസും പാറുക്കുട്ടിയും വന്നിട്ടുണ്ട്. വരുന്നുണ്ടോ? കാറിലാന്ന് ഈറ്റിങ്ങളെ കൊട ചാലക്കുടി ലഭിക്കത്. ഒന്നുകൂടി കാണിച്ചാലോ? എവിടെ സ്വിച്ച് കണ്ണു നോക്കിയിട്ട് കാണില്ലേ? ഈ പുരുക്കത്തമ്മേണ അച്ഛനെ ഇഷ്ടപ്പെട്ടു. അടി കൊച്ചിന്റെ കഴുത്തിൽ ആദ്യടി. അച്ചു കുറച്ച് കഷ്ടപ്പെട്ടു കൊച്ചിന് ഡ്രസ്സ് ഇടാനായിട്ട്. ഞാൻ വന്നപ്പോ മുതൽ ഈ ആനനെ തപ്പിക്കൊണ്ടിരിക്കായിരുന്നു. കാറ്ററിംഗുകാരുടെ ബോർഡ് വെച്ച് ഇവര് മറച്ചൊക്കെയായിരുന്നു. നമുക്ക് ചാടാം. ബ്ലും നേടാം. ചാടിയാലോ നമുക്ക്? ഒറ്റ വേണ്ടാത്ത ഡ്രസ് ഇല്ലാത്തോണ്ടാണോ? അച്ഛടാ എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്കൂ. കണ്ടൽ പോയി ഗൈസ് ഒരു ആവേശത്തിന് കയറി ചാടിയതാ. കിറ്റിന് വേണ്ടി ഇന്നിവിടെ കിറ്റിന് വേണ്ടിയിട്ടുണ്ടോ? ഇവിടെ ഒരെണ്ണം കൊണ്ടുവന്നു. ഞങ്ങളും കയറി ഫോട്ടോയൊക്കെ എടുത്തു. അപ്പൊ ഞങ്ങക്ക് ഇതേ ഗിഫ്റ്റ് ഒക്കെ അവള് കൊണ്ടു തന്നു. അപ്പുമോന്റെ അൺബോക്സിംഗ് ഘട്ടത്തിലേക്ക് കടന്നു. ചൈനയിൽ ഇമ്പോർട്ടഡ് ആണെന്ന് തോന്നുന്നു. നമ്മുടെ കിറ്റിലുണ്ടായ ഐറ്റമാണിത്. നമ്മുടെ ബർത്ത്ഡേ ബോയ്സിന്റെ വിത്ത് ലവ് നിളയ് ആൻഡ് നിഹാൽ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അതിന്റെ ഇടയിൽ കൂടെ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇനി ഫുഡ് കഴിക്കാനായിട്ട് ഇറങ്ങാം. അതന്നെ ചാലക്കുടി പുഴ കാണില്ല. ഞാനൊന്നും കഴിച്ചിട്ട് ഫ്ലാഷ് വന്നടാ. അങ്ങനത്തെ ഞങ്ങൾ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇനി അളിയന്റെ അവിടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. കുറച്ച് ദൂരം കഴിഞ്ഞപ്പിക്കും സെറ്റൊക്കെ ഇറങ്ങാൻ നേരമായിപ്പിക്കും ഞങ്ങൾ അവിടെ കടത്തി വിടാണ്ടായി. അപ്പൊ ഞങ്ങൾ പിന്നെ അവിടേക്ക് പോകാൻ നിന്ന്. അപ്പൊ ഇത്രയുള്ള ഈ ചെറിയൊരു വീഡിയോ. അപ്പൊ ജന്തേ അവരെ വീട്ടിലാക്കിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇനി വീട്ടിൽ പോട്ടെ. അപ്പൊ ഇത്രയുള്ള വീഡിയോ. അപ്പൊ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ ഓക്കെ, ബൈ.